ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്നിവിടെ ഒരു ക്വിക്കായിട്ടുള്ളൊരു റീഡിംഗ് ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ അമ്മ പറയുന്നത് ഇവിടെ കുറേ ആൾക്കാർ ജീവിതം ഇനി വേണ്ട, ഓക്കെ, എൻ്റെ ജീവിതം അഴിമുട്ടി നിൽക്കുന്നു, എനിക്ക് അവസാനിപ്പിക്കുക എന്നൊരു തോന്നലിരിക്കുന്നതായിട്ട് അമ്മ കാണുന്നുണ്ട് അവരെ. അമ്മ പറയുന്നത് എൻ്റെ സന്നിധിയിൽ നീ വന്നിട്ടുണ്ടല്ലോ, ഓക്കെ, നിനക്ക് വിജയം സുനിശ്ചിതമാണ്. ഓക്കെ, നിൻ്റെ വാശിയും ഈഗോയും ഒന്നും വേണ്ട. ഓക്കെ, നിനക്ക് സമാധാനം കിട്ടുന്നില്ലേ കുഞ്ഞേ? വിഷമിക്കാതെ നിൻ്റെ ജീവിതം ഇവിടെ വെച്ചാൽ തീർന്നു പോയി എന്ന് നീ വിചാരിക്കേണ്ട. ഓക്കെ, പല പ്രയാസങ്ങളും നിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കും. പക്ഷേ നീ എന്നിലേക്ക് നോക്കൂ, എന്നെ ധ്യാനിക്കൂ, നിൻ്റെ ജീവിതത്തിൽ വളരെ അധികം ഉയർച്ച ഉണ്ടാവും. നീ എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നത്? എന്നിലേക്ക് നോക്കൂ, എന്നെ ധ്യാനിക്കൂ. രാവിലെയെന്നോ രാത്രിയെന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല. നിനക്ക് എപ്പോൾ തോന്നുന്നു എന്നെ പ്രാർത്ഥിക്കാൻ, എപ്പോൾ തോന്നുന്നു, നിനക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ നീ എന്നെ പ്രാർത്ഥിക്കുക. ഞാൻ വരും, നിനക്ക് തുണയായിട്ട് ഞാൻ വരും. നിൻ്റെ ശത്രുക്കളെ ഒക്കെ സംഹരിക്കും. നിൻ്റെ ഉയർച്ചയിൽ ആർക്കാ ഇത്ര കണ്ണുകടി? നിൻ്റെ ജീവിതം നല്ലതായിട്ട് പോകുന്നതിൽ ആർക്കാ ഇത്ര വിഷമം? നിൻ്റെ ലൈഫ് നീ ഒറ്റ ഒരാൾ സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ഒരു ലെവലിൽ നീ എത്തിച്ചു. ഇനിയും നിന്നെക്കൊണ്ട് പറ്റും, നീ വിഷമിക്കരുത്. പല പ്രതിസന്ധികളിൽ നിന്നും നീ ഇവിടം വരെ എത്തി. ഇനിയും നീ മുന്നോട്ട് തന്നെ പോകും, വളരെ നല്ലതുപോലെ, നീ ആഗ്രഹിച്ച പോലെ. നാളെ വെള്ളിയാഴ്ചയാണ്, മറന്നു പോവരുത്. എന്നെ കാണാൻ നീ വരണം, ശത്രുസംഹാരം നടത്തണം. നീ ഒരു പോരാളിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. ഓക്കെ, നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. നീ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ജീവിതത്തെ നീ ആസ്വദിക്കണം. നീ നല്ലതുപോലെ ആസ്വദിക്കുക. നീ പ്രാർത്ഥിക്കുക, നിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറും. നീ പ്രാർത്ഥിക്കുക, തുടർച്ചയായി എന്നെ പ്രാർത്ഥിക്കുക, നിർത്തരുത്. പ്രാർത്ഥനയാണ് നിൻ്റെ ധൈര്യം. പ്രാർത്ഥനയിലൂടെ നിൻ്റെ ശത്രുക്കളെ എല്ലാം നിനക്ക് സംഹരിക്കാൻ കഴിയും. നിനക്ക് ഉയർച്ചയിലെത്താൻ പറ്റും, അവരെക്കാളും ഉന്നതിയിൽ. പേടിക്കണ്ട, അവരെത്ര ഓടിയാലും നിൻ്റെ അത്രയും എത്തത്തില്ല. നീ എന്തിനാ പേടിക്കുന്നത്? ഞൊടിയിടയിലാണ് ഈ സന്ദർഭങ്ങളെല്ലാം, ഈ സിറ്റുവേഷനെല്ലാം മാറ്റിയെടുക്കും. ചെറിയ പാരിതോഷികങ്ങളൊക്കെ തന്ന് നിങ്ങളെ ഒതുക്കുവാണ് ആൾക്കാർ, മനസ്സിലായോ? കുറച്ച് പൈസയൊക്കെ തന്നാ ഇവക്ക് ഇത്രയും മതി, ഇവക്ക് ഇങ്ങനത്തെ ഒരു ജീവിതമൊക്കെ മതി, ഇവൾ ഇത് മാത്രം അർഹിക്കുന്നുള്ളെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നിങ്ങളെ അങ്ങ് ഒതുക്കും ആൾക്കാർ. ഒരു സൈഡിലോട്ട് മാറിയിരുന്നോ, അങ്ങനെ, മനസ്സിലായോ? അതൊന്നും യഥാർത്ഥ സ്നേഹമേ അല്ല. നിങ്ങൾക്ക് തരുന്നത് വളരെ കുറച്ചായിട്ടുള്ള സ്നേഹമാണ്. നിങ്ങൾക്ക് കുറച്ച് പരിഗണനയെ തരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്പെക്റ്റോ കാര്യമോ ഒന്നുമേ തരുന്നില്ല. നിങ്ങൾ പറയുന്ന പോലും അവർ കേൾക്കുന്നില്ല, മനസ്സിലായോ? നിങ്ങളുടെ ഫാമിലിയിൽ പോലും നിങ്ങളെ അത്രയ്ക്കും തരം താഴ്ത്തിയിട്ടേക്കോ. എന്നിട്ടും പറയുന്നത് നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നിനക്കെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെന്നാണ്. പക്ഷെ നിൻ്റെ കാര്യം നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിൻ്റെ കാര്യങ്ങളെല്ലാം നീ പറഞ്ഞിട്ട് പോലും, അവരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് പോലും, കരഞ്ഞിട്ട് പോലും കരുണയില്ലാത്ത ആൾക്കാരാണവർ. നീ ഇനി അവരുടെ പുറകിന് പോവരുത്. ഓക്കെ, നീ നിൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് തുറന്നടിച്ച് ഒരു പുസ്തകം പോലെ പറയും. അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയോ? ഇല്ലല്ലോ. എന്തിനാ എല്ലാം പറയുന്നത്? ഒന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബകാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. എൻ്റെ ജോലിയുടെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒന്നിനെപ്പറ്റി ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കാം. ഓക്കെ, നോ പറയാൻ പഠിക്കണം. എനിക്ക് വേണ്ട, എത്ര വലിയ ബന്ധമാണെങ്കിലും. നിന്നെ കൊല്ലും, നിൻ്റെ ജീവൻ അത് ഭീഷണിയുണ്ടെങ്കിൽ നീ ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറുക. ധൈര്യത്തോടെ ഇരിക്കുക. നാളെ വെള്ളിയാഴ്ചയാണ്, അമ്പലത്തിൽ പോകാൻ മറക്കരുത്, പ്രാർത്ഥന മുടക്കരുത്.